നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പലർക്കും രാഷ്ട്രീയമായ വിരോധമുണ്ടാകാം. പക്ഷേ അതിന് ഉള്ള ഉപായം രാഷ്ട്രീയമായ വിമർശനങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അല്ലാതെ വീഡിയോ ഇറക്കുകയല്ല ചെയ്യേണ്ടത്. വീഡിയോ ജിഹാദികളിൽ പലരും ഇറക്കി വിടുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ട, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അരോചകമായിട്ടുള്ള, വളരെയധികം നമുക്ക് വെറുപ്പുളവാക്കുന്ന, ജുഗുപ്സാവകമായിട്ടുള്ള ഒരു ദൃശ്യം, മോദിയെ എത്രമേൽ വക്രീകരിച്ച് വഷളാക്കി വൃത്തികേടാക്കി ചിത്രീകരിക്കാമോ അത്രമേൽ വഷളാക്കി വൃത്തികേടാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടന്നിട്ടുള്ളത്. ഇത് കേരള പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ടതാണ്, കേസെടുത്ത് അന്വേഷണം ആരംഭിക്കേണ്ടതാണ്. ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിലോ മറ്റാരുടെങ്കിലും കാര്യത്തിലൊക്കെ ചെറിയ വിമർശനങ്ങൾ നടത്തിയാലോ മറ്റെന്തെങ്കിലും കാര്യം നടത്തിയാലോ ഒക്കെ ഇവർ കേസെടുക്കാറുണ്ടല്ലോ, കേസെടുത്ത് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ജിഹാദിയുടെ പേരിൽ ഈ ഒരു നീക്കം നടത്തിയില്ല? മറിച്ച് അയാളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിശബ്ദത എന്ന് പറയുന്നത് ഒരു പിന്തുണയാണല്ലോ. ഇനി അതല്ല, മറ്റൊരു വിഷയവും കൂടിയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്തുകൊണ്ടും അതിശക്തമായ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നില്ല. തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ അതിശക്തമായ മൂവ്മെൻറ്റ് നടക്കണം. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇയാൾക്കെതിരെ കേസ് കൊടുക്കണം, ഇയാളെ ജയിലിൽ അടയ്ക്കുക തന്നെ വേണം. കാരണം മേലിലെങ്കിലും ഇത്തരത്തിൽ ഉള്ള ഒരു ജിഹാദി ഉയർന്നു വരാൻ പാടില്ല. അക്ഷരാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന ഒരു നീക്കം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രീതിയിൽ വളരെയധികം മലിനമായി ആൾക്കാർക്ക് വെറുപ്പുളവാകുന്ന, ഛർദ്ദിക്കാൻ വരുന്ന തരത്തിൽ ഒരു വീഡിയോ ചിത്രീകരിച്ച് അയച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ പുറത്ത് ഈ വീഡിയോ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു വിമർശനം? ആ രീതിയിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡിജിറ്റൽ ജിഹാദിന് വേണ്ടിയിട്ട് വലിയ ഫണ്ടിംഗ് ആണ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ രാജ്യത്ത് പതിയിരിക്കുന്നുമുണ്ട്. ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ നേരിടുവാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും പല രീതിയിലും എളുപ്പമൊന്നും സാധ്യമല്ല. കാരണം അവരത്രത്തോളം പതുങ്ങിയിരുന്നു കൊണ്ടാണ് ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തിയാലെങ്കിലും വളരെ കർശനമായിട്ടുള്ള ഒരു ശിക്ഷ ഇവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ജിഹാദിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പലരും വിദ്യാസമ്പന്നരായ ആൾക്കാരാണ്. ഇവരെയാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഈ ഭീകരവാദി രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും നമ്മുടെ രാജ്യത്തിനെതിരെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ജിഹാദോടൊപ്പം തന്നെ വൈറ്റ് കോളർ ജിഹാദും ഇതിൻ്റെ ഭാഗമാണ്. അതായത് വിദ്യാസമ്പന്നരായ ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു വൈറ്റ് കോളർ ജിഹാദ് സംവിധാനവും കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. IT-യെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ഇത്തരം ആൾക്കാർ ചെയ്യുന്ന ഈ രീതിയിലുള്ള അപകീർത്തികരമായിട്ടുള്ള അങ്ങേയറ്റം നമ്മുടെ മനുഷ്യനെ വെറുപ്പിക്കുകയും നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഇത്തരം ദൃശ്യങ്ങൾ ഇറക്കി വിടുന്നവർക്കെതിരെ വളരെ കർശനമായ ശിക്ഷയുമായിട്ട് മുന്നോട്ട് പോകണം. കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കേരളത്തിലെ BJP സംവിധാനവും പെരുമാറേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടന്നത്. ദേശീയതയോട് വിശ്വാസമുള്ള കൂറും പ്രതിബദ്ധതയും പുലർത്തുന്ന ഭാരതീയ ജനതാ പാർട്ടി പോലുള്ള സംവിധാനങ്ങളാണ് ഇതിനെതിരെ കുറച്ചുകൂടി കാർക്കശ്യത്തോടുകൂടി ഇടപെടേണ്ടത്. കാരണം ഇതൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, നമ്മുടെ നാട്ടിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭീകരവാദത്തിൻ്റെ മറ്റൊരു രൂപമാണിത്. അക്ഷരാർത്ഥത്തിലുള്ള ഭീകരവാദ പ്രവർത്തനമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടതും ഇതിനെതിരെ ശിക്ഷാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതും. നിശബ്ദതയാണ് ഇതിനെ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ കുറ്റം. കാരണം ആ കുറ്റം നമ്മൾ ചെയ്യുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ജിഹാദികൾ വീണ്ടും ശക്തമാകുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർ ചെല്ലുവാൻ ശ്രമിക്കുന്നത് മറ്റു പല രീതിയിലുള്ള കായികമായ ആക്രമണത്തിലേക്കും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ ആക്രമിക്കുവാൻ പോലുമുള്ള ചില കോപ്പ് കൂട്ടുകയുണ്ടായി. അതിനു വേണ്ടിയുള്ള ഗൂഢാലോചനകൾ പോലും കേരളത്തിനുള്ളിൽ നടന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ. അതായത് അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പോലും സംഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കരുതൽ തടങ്കലുകൾ ഉണ്ടായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചില ഡീറ്റെയിൽസുകൾ കേരള പോലീസിനെ അറിഞ്ഞതിനെ തുടർന്ന് അവരെ കരുതൽ തടങ്കലിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ രീതിയിൽ കേരളത്തിനകത്ത് ചില കാര്യങ്ങളുമായിട്ട് ആൾക്കാർ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെ വളരെ നിസ്സാരവത്കരിക്കുവാൻ പാടില്ല. കേരളത്തിനകത്തു നിന്നാണ് PFI ഒരു ശ്രമം നടത്തിയത്. ദക്ഷിണ ഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റുവാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ NIA പട്യാല കോടതിയിൽ തന്നെ സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ ഓരോന്നിനെയും ഗൗരവതരമായി വീക്ഷിക്കേണ്ടതുണ്ട്. ഈ കുറ്റകൃത്യം ചെയ്ത ജിഹാദിയെ ഉടൻ തന്നെ കൽത്തുറുങ്കിനകത്തേക്ക് അടയ്ക്കേണ്ടതുമാണ്.